കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു. കൊലപാതകത്തിൽ മുതിർന്നവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം മാതാപിതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ നീതിക്ക് ഓരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ്. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റാണല്ലോ. ഇത് സാധനമൊക്കെ കഞ്ചകം കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്ക് നീതി കിട്ടും എന്നുള്ളത്. അത് നമ്മൾ ഗവൺമെൻറ്റിലും നീതിപീഠത്തിലും കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ സംസാരിക്കാൻ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കിട്ടുമെന്നുള്ള ഒരു കണ്ടീഷനിൽ കാണാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പറഞ്ഞ നീതി നമ്മൾ ഉറപ്പാക്കും. നമ്മൾ പറയുന്ന മാനസികാവസ്ഥയിലൊന്നും അല്ല, വളരെയേറെ അവളെ വിഷമം പറയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയിട്ട് പറയാൻ പറ്റാത്ത സ്റ്റേജിലാണ് നമുക്കെൻ്റെ കരച്ചിലും എല്ലാം കൂടിയായിട്ട്. എന്നാലും നമുക്കിപ്പോൾ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ്. വെച്ചാൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, പറഞ്ഞു. ഇതുവരെ ഉള്ളത് തൃപ്തികരമാണ്. പക്ഷേ ഈ കുട്ടികളായതിൻ്റെ പേരിലുള്ളൊരു ഇതുണ്ടല്ലോ, അതിൽ ഇപ്പം രക്ഷിതാക്കൾ 1-2 പേരും കൂടി ഇതിൽ മെയിൻ കുറ്റക്കാർ തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം. ഈ കൊട്ടേഷനിൽപ്പെട്ട ആളുകളാണ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സറും എല്ലാ അഭ്യാസം പഠിച്ച കുട്ടികളാണ് 7ാം ക്ലാസ് മുതൽ. അത് ഇതിൻ്റെ മുന്നേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീതിപീഠത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്, നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. 3 കുട്ടികളുടെയെങ്കിലും പിതാക്കളുണ്ട്. അതെ, 3 കുട്ടികൾ. 2 കുട്ടികൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും നമ്മൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതാ പറയുന്നത്. അവരെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് കോടതിയോടും നീതിപീഠത്തിനോടും പറയാനുള്ളത്. അതുപോലെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല അത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് നമ്മൾ കോടതി ഉത്തരവ് പ്രകാരം അത് ഗവൺമെൻറ് നടപ്പാക്കാനേ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നില്ല. എന്നാലും നമ്മളൊന്ന് കൊടുത്തു നോക്കി, പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായി കഴിഞ്ഞാലും വൈകാരികമായിട്ട് സംഭവിച്ചു. ഇനി ഏതായാലും ഈ കുട്ടികൾക്ക് ശിക്ഷ കിട്ടണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ കറക്റ്റായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ 2 പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജ്നാസിൻ്റെ ഉപ്പ. അതുകൊണ്ട് അതുവരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ തെളിവ്. ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനവും ഒരു സപ്പോർട്ടും ഓരോ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്നാണ് എനിക്ക്. മുഖ്യമന്ത്രി അനുഭവപൂർവ്വം മറുപടി തന്നിട്ടുണ്ട്. ഇനി അവരെ പ്രതീക്ഷിക്കുക ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. പിതാവ് മുഹമ്മദ് ഇക്ബാലാണ് മാധ്യമങ്ങളെ കാണുന്നത്. മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുന്നത്. മുതിർന്നവരുടെ പങ്കുകൂടി അന്വേഷിക്കണമെന്നുള്ളത് മുഹമ്മദ് ഇക്ബാൽ ആദ്യം മുതൽ തന്നെ, ഷഹബാസിന്റെ പിതാവ് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിൽ മുതിർന്നവരുടെ പങ്ക് അന്വേഷിക്കണം. അതിൽ ഉണ്ടായിരുന്ന ചില കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ അതിൽ ഒരാളിന്റെ പിതാവിന് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളതും അത്തരമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ക്രിമിനലുകളോടൊപ്പമുള്ള ഫോട്ടോകൾ വരെ പുറത്തു വന്നല്ലോ. ഉപകരണങ്ങൾ എങ്ങനെ കിട്ടി എന്നടക്കം. അതെ, ആ ഒരു കാര്യം മുൻനിർത്തിയാണ് അദ്ദേഹം, ഈ ഷഹബാസിന്റെ പിതാവ് ആദ്യം മുതൽ തന്നെ മുതിർന്നവരുടെ പങ്ക് അന്വേഷിക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത്. അത് മുഖ്യമന്ത്രിയും കണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ KV രാഹുൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം ഇന്ന് കോഴിക്കോടുണ്ട്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം എന്തുറപ്പുകൾ നൽകി, അല്ലെങ്കിൽ എങ്ങനെ പരിഗണിക്കാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് മുഹമ്മദ് ഇക്ബാൽ വിവരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടതിൽ ഷഹബാസിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പൂർണ്ണ തൃപ്തിയുണ്ട്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള സൗകര്യം അവർക്കൊരുക്കിയത്. അവർ ആദ്യമേ തന്നെ ഉന്നയിക്കുന്ന കാര്യമാണ് ഷഹബാസിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് കൂടി പങ്കുണ്ട്, അവരെയും കൂടി പ്രതി ചേർക്കണം എന്നുള്ളതാണ്. ആ കാര്യം തന്നെയാണ് പ്രധാനമായും മുഖ്യമന്ത്രിയോട് അവരാവശ്യപ്പെട്ടതും. കുറഞ്ഞത് 2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കെങ്കിലും പിതാക്കൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയോട് അവർ ചൂണ്ടിക്കാണിച്ചത്. മാധു പറഞ്ഞതുപോലെ തന്നെ അതിൽ പ്രധാനമായും ഷഹബാസിനെ ആക്രമിച്ച കുട്ടിയുടെ പിതാവ് നേരത്തെ കൊട്ടേഷൻ സംഘങ്ങളുമായി ഉൾപ്പെടെ ബന്ധമുള്ളയാളാണ്. അയാൾക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു പരാതിയാണ് മുഖ്യമന്ത്രിയോടും ഷഹബാസിൻ്റെ രക്ഷിതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്.
കാരണം ഈ നഞ്ചക്ക് ഉപയോഗിച്ചത് ഇയാളുടെ അറിവോടുകൂടിയാണ്, ഇയാളാണ് നഞ്ചക്ക് നൽകിയതെന്നൊരു ആരോപണമാണ് ഷഹബാസിൻ്റെ കുടുംബം മുഖ്യമന്ത്രിയെയും അറിയിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കാം, അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകും, നീതി ഉറപ്പാക്കും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. മുഖ്യമന്ത്രിയെ കണ്ടതിൽ പൂർണ്ണ തൃപ്തിയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നൊരു പ്രതീക്ഷയുണ്ട് എന്നുകൂടിയാണ് ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞത്. ഒപ്പം തന്നെ ഈ 6 കുട്ടികളെയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി കണ്ടെത്തി പോലീസ് പ്രതി ചേർത്തത്. ഇവർക്ക് SSLC പരീക്ഷ എഴുതുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ നൽകിയിരുന്നു. അത് പാടില്ലെന്ന് കാണിച്ച് ഷഹബാസിൻ്റെ ഉപ്പ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകി. ഇന്നലെ പരീക്ഷ എഴുതി അത് പൂർത്തിയാവുകയും ചെയ്തു. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവർക്ക് 6 പേർക്കും കർശനമായ തക്കതായ ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. നൽകിയത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷഹബാസിന്റെ കുടുംബം പ്രതികരിക്കുകയായിരുന്നു.